ചിന്ന ചിന്ന ആസയെ കണ്ടു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സിനിമ. മൂവി ഫെൽ ലൈക്ക് എ വാം ഹഗ്. അതിലെ ആൾക്കാരും എന്തിനാണ് വാരണാസി പോലും ഒരു ക്യാരക്ടറാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാര്യം അതല്ല, ഇതൊരു സ്പോയിലർ അലേർട്ടാണ്. അതിൽ വിഷ്ണു അഗസ്ത്യ പ്ലേ ചെയ്ത റോള്, അതായത് ഭാര്യ മരിച്ചിട്ട് ഭാര്യയുടെ ആശ്വാസമായിട്ട് വാരണാസിയിൽ വരുന്ന ഒരാളായിട്ടാണ്. ക്രോസസ് പാത്സ് വിത്ത് ആർ ഹീറോ ആൻഡ് ഹീറോയിൻ, വൺ തിങ് ലീഡ്സ് ടു അനദർ ആൻഡ് ഹി ബ്രേക്സ് ഡൗൺ ഇൻ ഫ്രണ്ട് ഓഫ് ദം. അയാളുടെ കഥ പറയുന്നതായിട്ടാണ്. ഹി ഹാസ് ഡൺ ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി. ആ കഥ പറയുന്നതാണെങ്കിലും ആ പെയിൻ കൺവേ ചെയ്യാനൊക്കെ ഭയങ്കര നല്ലപോലെ പുള്ളി ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെയർ സ്റ്റോറി ഇസ് ദിസ്: ഇവർ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നു, എല്ലാം ഹാപ്പി ആയിട്ട് പോകുന്നു, ആൻഡ് ദേ ഗെറ്റ് പ്രഗ്നൻ്റ് ആയി കുട്ടി വരുന്നു. കുട്ടി വന്നു കഴിയുമ്പോൾ ഭാര്യയിൽ ചേഞ്ചസ് വരികയാണ്. ഭാര്യ ഭയങ്കരമായിട്ട് വിഡ്രോൺ ആവുന്നു. ഭാര്യ സ്വന്തം കാര്യം പ്രോപ്പറായിട്ട് നോക്കുന്നില്ല, കുഞ്ഞിൻ്റെ കാര്യം പ്രോപ്പറായിട്ട് നോക്കുന്നില്ല, പാർട്ട്ണറുമായിട്ട് നല്ലപോലെ ഇൻട്രാക്ട് ചെയ്യുന്നില്ല, കുഞ്ഞിന് വയ്യാതെ വരുന്നത് പോലും ഹൈഡ് ചെയ്ത് വെക്കാൻ നോക്കുന്നു. അപ്പോൾ ഹസ്ബൻഡ് വർക്ക് പ്രഷർ, വേറെ ഇഷ്യൂസൊക്കെ ഉണ്ട്. ആൻഡ് ഈവൻച്വലി ഹീ സ്നാപ്സ്. അപ്പോൾ പുള്ളിക്കാരോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഷൗട്ട് ചെയ്ത് എന്തൊക്കെയോ പറയുന്നു. ആൻഡ് ദാറ്റ് പുഷസ് ഹെർ ഇൻ ടു സൂയിസൈഡ്. അപ്പോൾ ഇത് പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ വിങ്ങി പൊട്ടുകയാണ്. ആൻഡ് വാട്ട് ദിസ് ഇസ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. അത് നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയ യൂഷ്വലി അങ്ങനെ സംസാരിക്കുന്ന ഒരു ടോപ്പിക്കല്ല. നമ്മൾ ഒ പി ഡിയിലൊക്കെ ഒരുപാട് കാണാറുണ്ട്. ആൻഡ് ദിസ് ഫീൽ സോ ടിപ്പിക്കൽ. ഭയങ്കര വിഡ്രോൺ ആവുന്ന ഭാര്യ, കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നില്ല, കുഞ്ഞുമായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അത് കാരണം ഗിൽറ്റ് വരുന്നു, അങ്ങനെ ഒരു വിഷ്യസ് സർക്കിളായിട്ട് ഇത് പോകുന്നു, അത് ആരോട് ഷെയർ ചെയ്യാൻ പറ്റാതാകുന്നു. അപ്പം ഞാൻ ഇതിനെപ്പറ്റി എത്ര അവയർനെസ് വീഡിയോ ഇട്ടാലും ഒരു സിനിമയിൽ ഈ ഒരു സീൻ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഇറ്റ് വിൽ റീച്ച് എ ലോട്ട് മോർ പീപ്പിൾ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ എന്താണ്, കുഞ്ഞു വന്നു, മാതൃത്വം, ഡിവൈൻ ഫീലിംഗ്, അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ്, ആ ഒരു രീതിയിലാണ് നമ്മൾ കണ്ടീഷൻഡ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഫീലിങ്സ് വരുമ്പോൾ മദേഴ്സ് കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് സംഭവിക്കുന്നത് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും ഹെൽപ്പ് തേടാൻ പോലും അവർക്ക് തോന്നാറില്ല. ഇറ്റ്സ് മച്ച് മോർ കോമൺ ദാൻ വി തിങ്ക്. വളരെ നല്ല രീതിയിൽ ആ കഥയുടെ ഭാഗമായിട്ട് അത് പറഞ്ഞു പോയിട്ടുണ്ട്. ആൻഡ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഈസ് വെരി റിയൽ. ഡെലിവറിക്ക് ശേഷം കുഞ്ഞിൻ്റെ കാര്യം നോക്കുന്നതിനോടൊപ്പം തന്നെ മേക്ക് ഷുവർ ദ മദർ ഇസ് ഓൾസോ ഡൂയിങ് ഓക്കെ. Thank you, Varsha, for bringing this to the big screen. Much needed initiative.